എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെലീനിയം യൂസ് ചെയ്ത് ബേസിക് ഒതന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ബേസിക് ഒതന്റിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഈ ടെസ്റ്റ് യുആറിനകത്ത് ബേസിക് ഒതന്റിക്കേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെ തേർഡ് ലിങ്ക് ബേസിക് യൂസർ ആൻഡ് പാസ് എന്ന് പറഞ്ഞ് അഡ്മിൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെയും വാല്യൂ ആണ് അഡ്മിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ബേസിക് ഓത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയി വരുന്നത്. ഇതൊരു വിൻഡോ ബേസ്ഡ് പോപ്പപ്പ് ആണ്. ഈ പോപ്പപ്പിനകത്ത് യൂസർ നെയിമിന്റെ വാല്യൂ പാസ്വേഡിന്റെ വാല്യൂ അഡ്മിൻ ആയിട്ട് പാസ് ചെയ്തിട്ട് സൈൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മാനുവൽ ആയിട്ട് ഇത് വർക്ക് ആകുന്നത്. അടുത്ത സ്ക്രീനിലേക്ക് പോകുള്ളൂ. ബേസിക് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു അഡീഷണൽ സെക്യൂരിറ്റി ലെയർ ആണ്. അതായത് ഒരു യൂസർക്ക് വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് കൊടുക്കാതെ ആ യൂസർ ബേസിക് ഒതന്റിക്കേഷന്റെ ഡീറ്റെയിൽസ് ആ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് നോർമൽ അലേർട്ട് പോലെ സെലീനിയത്തിലെ യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതിനകത്ത് അലേർട്ട് ഡോട്ട് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അക്സെപ്റ്റ് ഡിസ്മിസ് അങ്ങനെയുള്ള മെത്തേഡൊന്നും വർക്ക് ആകില്ല. ഇവിടെ നമ്മൾ URL-നകത്ത് ഈ പർട്ടിക്കുലർ യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ഒതന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കാണിക്കാം. ആദ്യമേ നോർമലി നമ്മൾ സെലീനിയം വെച്ച് യൂസർ നെയിമും പാസ്വേഡ് URL പാസ് ചെയ്യാതെ റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഞാൻ കാണിക്കും. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ ലിങ്ക് ചുമ്മാ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്താൽ തന്നെ ഈ പോപ്പപ്പ് കാണിക്കും. ഞാൻ സെലീനിയം യൂസ് ചെയ്ത് ഈ ഒരു ലിങ്ക് ആയിരിക്കും ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ com.test എന്നുള്ള പാക്കേജിനകത്ത് ഹാൻഡിൽ ബേസിക് ഓത്ത് എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും അതിനുശേഷം ഈ ബേസിക് ഓത്തിന്റെ ആ പർട്ടിക്കുലർ ലിങ്ക് ഓപ്പൺ ചെയ്യാനുള്ള കോഡും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് റൺ ചെയ്യുവാണ്. റൺ as ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ആ URL ഡയറക്റ്റ് ഓപ്പൺ ചെയ്തു. പക്ഷേ ഇനി ഒരു പോപ്പപ്പ് ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോയില്ല. അപ്പൊ നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് URL-നകത്ത് തന്നെ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു ഒതന്റിക്കേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് പോകാൻ സാധിക്കും. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഞാൻ ഈ URL-ന്റെ // കഴിഞ്ഞ് യൂസർ നെയിമിന്റെ വാല്യൂ അതുപോലെ കോളൻ ഇട്ട് കഴിഞ്ഞ് പാസ്വേഡിന്റെ വാല്യൂ കൊടുക്കുകയാണ്. ഈ ഒതന്റിക്കേഷന്റെ കേസിൽ യൂസർ നെയിമിന്റെ വാല്യൂ പാസ്വേഡിന്റെ വാല്യൂ സെയിം ആണ്, അഡ്മിൻ എന്നുള്ളതാണ്. അതിനുശേഷം ഒരു @ കൊടുക്കുക. ഇനി ഈ ഫയൽ സേവ് ചെയ്യുക. ഇത് റൺ ചെയ്യുന്നതിന് മുമ്പേ ഓപ്പൺ ചെയ്ത വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ഒരു ത്രെഡ് ഓർ സ്ലീപ്പും കൂടെ കൊടുക്കാം, നിങ്ങൾക്ക് ആ ഒതന്റിക്കേഷൻ കാണാൻ വേണ്ടിയാണ്. ത്രീ സെക്കൻഡ്സ് വെയിറ്റ് കൊടുക്കാം. എക്സെപ്ഷൻ ത്രോ ചെയ്യാം. അതിനുശേഷം driver.close എന്നുള്ള കമാൻഡും കൂടെ യൂസ് ചെയ്യാം. ഇത് ഞാൻ മാനുവലി ഓപ്പൺ ചെയ്ത ലിങ്കാണ്. ഇനി നമ്മൾ സെലീനിയം കോഡ് യൂസ് ചെയ്ത് ഈ ഒതന്റിക്കേഷൻ പോപ്പപ്പ് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീൻ തന്നെയാണോ മാനുവലി ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ക്ലോസ് എന്നുള്ള കമാൻഡ് റിമൂവ് ചെയ്യുവാണ്. ഇനി ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ as ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഇത്തവണ പോപ്പപ്പ് വന്നില്ല വിൻഡോ ബേസ്ഡ് ആയിട്ടുള്ളത്. പകരം വേറെ ഒരു സ്ക്രീനിലേക്ക് പോയി കൺഗ്രാജുലേഷൻ യു മസ്റ്റ് ഹാവ് പ്രോപ്പർ ക്രെഡൻഷ്യൽസ് എന്നുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മൾ മാനുവലി ഇതിൻ്റെ അകത്ത് യൂസർ നെയിമിന്റെ വാല്യൂ ആയിട്ട് അഡ്മിൻ കൊടുക്കുമ്പോഴും പാസ്വേഡിന്റെ വാല്യൂ ആയിട്ട് അഡ്മിൻ കൊടുത്ത ശേഷം സൈൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം മാനുവലി അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. കോഡ് വൈസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്
നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന URLന്റെ അകത്ത് https:// കഴിഞ്ഞ് യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം കോളം കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് വാല്യൂ കൊടുക്കുക, അതിനുശേഷം @ ആഡ് ചെയ്യുക, അതിനുശേഷം ബാക്കി URL അതേപടി നിലനിർത്തുക. എന്നിട്ട് സെലീനിയം കോഡ് വെച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കാകും. ആ ഒതന്റിക്കേഷൻ പോപ്പപ്പ് പിന്നെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒതന്റിക്കേഷൻ പോപ്പപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഫയർഫോക്സിന്റെ കേസിലും എഡ്ജിന്റെ കേസിലും കൂടെ വർക്കാവും. ഞാൻ അതും കൂടെ കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. കൺഗ്രാജുലേഷൻ, യു മസ്റ്റ് ഹാവ് ദ പ്രോപ്പർ ക്രെഡൻഷ്യൽസ് എന്നുള്ള മെസ്സേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫയർഫോക്സിന്റെ കേസിലും ഇതേ രീതിയിൽ ബേസിക് ഒതന്റിക്കേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എഡ്ജിലും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഫയർഫോക്സ് ഡ്രൈവർ മാറ്റി എഡ്ജ് ഡ്രൈവർ ആക്കുവാണ്. ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. എഡ്ജിലും നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ബേസിക് ഒതന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് URLനകത്ത് യൂസർ നെയിമും പാസ്വേഡ് ഈ ഒരു ഫോർമാറ്റിൽ കറക്റ്റായിട്ട് പാസ് ചെയ്താൽ മാത്രം മതി. ബേസിക് ഒതന്റിക്കേഷൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. മാനുവലി നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതിന് പകരം URL കൂടെ തന്നെ യൂസർ നെയിം പാസ്വേഡ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് ബേസിക് ഒതന്റിക്കേഷൻ സെലീനിയം യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.